നിഗൂഢതയും സസ്പെൻസും നിറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ എന്ന കഥ ഇവിടെ ആരംഭിക്കുന്നു. രചന തൻസീർ ഹാഷിം. ഇൻവെസ്റ്റിഗേഷൻ. മരിച്ചുപോയ ഒരാൾക്ക് കൊലപാതകങ്ങൾ ചെയ്യാനാകുമോ? അസിസ്റ്റന്റ് കമ്മീഷണർ മുകുന്ദന് 7 ദിവസം കൊണ്ട് അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തേണ്ടത് അങ്ങനെയൊരു വിചിത്രമായ കേസാണ്. 7 മാസങ്ങൾക്ക് മുൻപാണ് മിത്ര എന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെടുന്നത്. മിത്രയുടെ കൊലപാതകത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടർ വിമല, മൃതദേഹത്തിന് കാവലിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ, വിളയിൽ സ്റ്റേഷനിലെ SI സദാശിവൻ എന്നിങ്ങനെ 3 പേർ കൊല ചെയ്യപ്പെട്ടു. 3 പേരുടെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ മിത്ര എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇൻവെസ്റ്റിഗേഷൻ. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മിയുടെ കീഴിൽ ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ച കേസായിരുന്നു മിത്ര കൊലക്കേസ്. വളരെ മികച്ച രീതിയിൽ അന്വേഷണം പുരോഗമിക്കെ മിത്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടർ വിമല ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയുണ്ടായി. അന്വേഷണത്തിൽ അത് കൊലപാതകമാണെന്നും മിത്രയുടെയും വിമലയുടെയും കൊലപാതകങ്ങൾ തമ്മിൽ പല ബന്ധങ്ങളുമുണ്ടെന്ന് തിരിച്ചറിയുകയുമുണ്ടായി. തൊട്ടടുത്ത ദിവസങ്ങളിൽ SI സദാശിവനും ഹെഡ് കോൺസ്റ്റബിൾ അശോകനും കൊല ചെയ്യപ്പെട്ടു. മിത്രയുടെ കൊലപാതകത്തിന് ശേഷം നടന്ന 3 കൊലപാതകങ്ങളും ചെയ്തിരിക്കുന്നത് മിത്രയാണ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്തി. മൃതദേഹത്തിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും കൊലയാളിയുടേതാണെന്ന് സംശയിക്കുന്ന മുടി, വിരലടയാളം, രക്തസാമ്പിളുകൾ എന്നിവ ലഭിച്ചിരുന്നു. തെളിവുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് മിത്രയിലേക്കാണ്. അപ്പോഴാണ് ആ കേസിനെക്കുറിച്ച് മുകുന്ദൻ കൂടുതലായി അറിയുന്നത്. തൻ്റെ അധികാരപരിധിയിലുള്ള കേസ് തനിക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ടെങ്കിലും തുടർ കൊലപാതകങ്ങളുണ്ടായ സാഹചര്യത്തിൽ കേസിന്റെ ചുമതല പെട്ടെന്ന് തന്നെ ക്രൈംബ്രാഞ്ച് SP വേണുഗോപാലിന് നൽകുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത 6 മാസക്കാലത്തോളം അന്വേഷണം നടത്തി. ലോക്കൽ പോലീസിന്റെ കണ്ടെത്തലുകളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന അന്വേഷണ റിപ്പോർട്ടായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റേത്. മിത്രയുടേതടക്കം 4 കൊലപാതകങ്ങളും ചെയ്തിരിക്കുന്നത് വളരെ ബ്രില്യൻസായ 2 കൊലയാളികളാണെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. 6 മാസമായിട്ടും കൊലയാളികളെക്കുറിച്ചുള്ള ഒരു വിവരവും ശേഖരിക്കുവാൻ കഴിയാത്തതിനാൽ ക്രൈംബ്രാഞ്ചിന് വലിയ സമ്മർദ്ദങ്ങളുണ്ടായി. ഒടുവിൽ കേസ് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. കേസ് CBIക്ക് കൈമാറാനിരിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും മുകുന്ദൻ അന്വേഷണ ചുമതല ആവശ്യപ്പെടുന്നത്. പ്രതിഷേധങ്ങളും മാധ്യമശ്രദ്ധയും നേടിയ കൊലപാതക പരമ്പര ആയതുകൊണ്ട് തന്നെ വെറും അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിലിരിക്കുന്ന മുകുന്ദന് കേസ് നൽകുവാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. മുകുന്ദന്റെ കഴിവ് തെളിയിക്കുവാൻ ഒരവസരം നൽകണമെന്ന DIG സത്യനാഥന്റെ അഭ്യർത്ഥന പ്രകാരം വെറും 7 ദിവസം നീണ്ടു നിൽക്കുന്ന രഹസ്യാന്വേഷണ ചുമതല മുകുന്ദന് നൽകാൻ ഒടുവിൽ തീരുമാനമുണ്ടായി. കർശനമായ നിബന്ധനകൾ മുന്നോട്ട് വെച്ചാണ് മുകുന്ദന് അന്വേഷണ ചുമതല നൽകിയത്. അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ കേസ് CBIക്ക് കൈമാറുമെന്നാണ് സർക്കാർ ജനങ്ങളെയും മാധ്യമങ്ങളെയും അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അന്വേഷണം നടക്കുന്നതായി ബന്ധപ്പെട്ടവരല്ലാതെ മറ്റാരും അറിയുവാൻ പാടില്ല. 7 ദിവസത്തിനുള്ളിൽ കേസിൽ എന്തെങ്കിലും ചെറിയ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാം. അല്ല എന്നുണ്ടെങ്കിൽ കേസ് CBIക്ക് കൈമാറപ്പെടും. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസിൽ 7 ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എങ്കിലും തനിക്ക് കിട്ടിയ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ തന്നെ മുകുന്ദൻ തീരുമാനിച്ചു. നാളെ അന്വേഷണത്തിൻ്റെ ആദ്യ ദിവസമാണ്. നേരം പുലരുവോളം കേസിനെക്കുറിച്ച് പഠിക്കുകയും തുടരന്വേഷണം എവിടെ നിന്ന് ആരംഭിക്കണമെന്ന പ്ലാനിംഗ് നടത്തുകയായിരുന്നു മുകുന്ദൻ. അതിനിടയിൽ എപ്പോഴോ ടേബിളിൽ തലച്ചായ്ച്ച് കണ്ണടച്ച് അറിയാതെ ഉറങ്ങിപ്പോയി. വീട്ടിലെ കോളിംഗ് ബെൽ ശബ്ദം കേട്ടാണ് മുകുന്ദൻ ഞെട്ടിയുണർന്നത്. താഴെ നിന്നും അമ്മ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ ആരോടോ സംസാരിക്കുന്നു. മുകുന്ദൻ ഗോവണി ഇറങ്ങി താഴെ ചെന്നു. മോനെ മുകുന്ദ, ഒരു പെൺകൊച്ചു വന്നിരിക്കുന്നു, നിന്നെ കാണണമെന്നാ പറയുന്നേ. കണ്ണു തുടച്ച് കൈകൊണ്ട് മുടിയൊന്നൊതുക്കി മുകുന്ദൻ വാതിലിനടുത്ത് ചെന്നു. മുകുന്ദനെ കണ്ടതും ചെറുപുഞ്ചിരിയോടെ അവൾ പറഞ്ഞു, സർ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മിയാണ്. മിത്ര കൊലക്കേസിൻ്റെ പ്രാഥമിക അന്വേഷണ ചുമതല ഞങ്ങളുടെ ടീമിനായിരുന്നു. പുറത്തുനിന്ന് സംസാരിക്കുകയായിരുന്ന ലക്ഷ്മിയെ മുകുന്ദൻ്റെ അമ്മ അകത്തേക്ക് ക്ഷണിച്ചു. എന്താ മോളെ പുറത്തുനിന്ന് സംസാരിക്കുന്നത്? കയറിയിരിക്കെ.
കയ്യിൽ നിറയെ ഫയലുകളുമായിട്ടാണ് ശ്രീലക്ഷ്മി വന്നിരുന്നത്. വളരെ പ്രയാസപ്പെട്ട് അതൊക്കെ ഒതുക്കി പിടിച്ച് കസേരയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, സാർ, ഈ കേസിൻ്റെ തുടരന്വേഷണം സാറിനാണെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അത് കേട്ടത് മുകുന്ദനൊന്ന് ഞെട്ടി. അതെങ്ങനെയാ താൻ അറിഞ്ഞത്? ഇതൊരു രഹസ്യാന്വേഷണമാണല്ലോ. അയ്യോ സാർ, വെപ്രാളപ്പെടേണ്ട. അന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും എൻ്റെ അന്വേഷണങ്ങൾ ഞാൻ നിർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാറിൻ്റെ അന്വേഷണ ചുമതല അറിയാൻ എനിക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. ഛേ! അത് കേട്ടതും വളരെ ദേഷ്യത്തോടെ മുകുന്ദൻ അടുത്തുള്ള ടേബിളിൽ ആഞ്ഞടിച്ചു. നാട്ടിൽ മുഴുവൻ കൊട്ടിക്കൊഷിച്ചിട്ടാണോ ഒരു രഹസ്യാന്വേഷണം? മുകുന്ദൻ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. സാർ, ഇമോഷണൽ ആവേണ്ട. സാറിനെ ഈ ചുമതല ഏൽപ്പിച്ചവർക്കും എനിക്കും മാത്രമേ ഈ അന്വേഷണത്തെക്കുറിച്ച് അറിയുകയുള്ളൂ. എനിക്ക് സാറിനെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവരം ചോർത്തിയത്. എനിക്കിപ്പോൾ തൻ്റെ സഹായം ആവശ്യമില്ല. തനിക്ക് ഇറങ്ങിപ്പോകാം. ശ്രീലക്ഷ്മിയോട് മുകുന്ദൻ അല്പം ദേഷ്യത്തോടെയായിരുന്നു പറഞ്ഞത്. അത് കണ്ടതും മുകുന്ദൻ്റെ അമ്മ ഇടപെട്ടു. അയ്യേ, ഇങ്ങനെയാണോ വീട്ടിൽ ആദ്യമായി വന്ന ഒരാളോട് പെരുമാറേണ്ടത്? നീ പോയി കുളിച്ചാട്ടെ. മോളൊന്നും വിചാരിക്കല്ലേ, ഇവൻ ഇങ്ങനെയാണ്. മൂക്കത്താണ് ചുണ്ടി. ഞാനൊരു ചായ ഇടാം, മോളിരിക്കെ. മുകുന്ദൻ്റെ അമ്മ മുകുന്ദനെ തള്ളി ബാത്റൂമിലേക്ക് അയച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് ഫ്രഷായി തിരിച്ചു വന്ന മുകുന്ദൻ കാണുന്നത് അമ്മയുമായി സംസാരിക്കുന്ന ശ്രീലക്ഷ്മിയെയായിരുന്നു. വളരെ ദേഷ്യത്തോടെ മുകുന്ദൻ വീണ്ടും പറഞ്ഞു, തന്നോട് പോകാൻ പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ? സർ, പ്ലീസ് സർ, എനിക്ക് പറയുവാനുള്ളൊരു സാവകാശം തരാമോ? എന്നെ സാറിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് പറയാനല്ല ഞാൻ വന്നത്. ഞങ്ങളുടെ കണ്ടെത്തലുകൾ സാറൊന്ന് കേൾക്കണം. സാറിന് പൂർണ്ണമായും ബോധ്യപ്പെടുന്നതാണെങ്കിൽ മാത്രം ഞങ്ങളുടെ അന്വേഷണം പരിഗണിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതൊക്കെ സാറിന് വലിച്ചു കീറിക്കളയാം. ശ്രീലക്ഷ്മിയുടെ വളരെ സൗമ്യമായ സംസാരം കേട്ടപ്പോൾ മുകുന്ദനും ഒന്ന് തണുത്തു. ശ്രീലക്ഷ്മി, താൻ എൻ്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കുക. ഈ ചെറിയ സമയത്തിനുള്ളിൽ ഈ കേസിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. അതിനിടയിൽ തൻ്റെ കണ്ടെത്തലുകൾ കൂടി കേൾക്കാൻ സമയമില്ല. സാർ, ഞങ്ങളുടെ അന്വേഷണവുമായി ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലുകൾ യാതൊരു തരത്തിലും പൊരുത്തപ്പെടുന്നവയല്ല. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണങ്ങൾ ചുവടുപിടിച്ചാണ് സാറ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർ കേസ് എവിടെ വെച്ച് അവസാനിപ്പിച്ചോ അതിൽ നിന്നും ഒരു ചുവട് പോലും സാറിന് മുന്നോട്ട് പോകാൻ സാധിക്കും. ശ്രീലക്ഷ്മി പറഞ്ഞ ആ പോയിന്റ് മുകുന്ദനെ ഒരു നിമിഷം ആലോചിപ്പിച്ചു. പിന്നെ ശ്രീലക്ഷ്മിക്ക് മറുപടി നൽകി. ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ എനിക്ക് സമയമില്ല. വൈകുന്നേരം താനൊന്ന് എന്നെ വിളിക്കും. എവിടെയാണ് വരേണ്ടതെന്ന് ഞാൻ അപ്പോൾ പറയാം. പിന്നെ തൻ്റെ ഇത്രയും ഫയലുകൾ പരിശോധിക്കുവാൻ എൻ്റെ കയ്യിൽ സമയമില്ല. വൈകുന്നേരം ഞാനൊരു അരമണിക്കൂർ സമയം തരാം. എന്താണോ തൻ്റെ കണ്ടെത്തലുകൾ അതൊന്ന് ചുരുക്കി വിവരിച്ചു തന്നാൽ മതി. അതെനിക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ വീണ്ടും കാണും. മറിച്ചാണെങ്കിൽ പിന്നെ എൻ്റെ പരിസരത്ത് വരരുത്. അത് കേട്ടതും ശ്രീലക്ഷ്മിക്ക് വളരെയധികം സന്തോഷമായി. തീർച്ചയായും സാർ, താങ്ക്സ് സാർ. വൈകുന്നേരം 3:30 ശ്രീലക്ഷ്മി മുകുന്ദനെ കോൾ ചെയ്തു. ഹലോ സാർ, ഞാൻ ശ്രീലക്ഷ്മിയാണ്. ആ ശ്രീലക്ഷ്മി, ഞാൻ തൻ്റെ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അത് വേണ്ട സാർ. ഞങ്ങളിപ്പോൾ കാൽടെക്സ് ജംഗ്ഷനിലെ ഗ്രീൻ കോഫി ഷോപ്പിലുണ്ട്. വിരോധമില്ലെങ്കിൽ ഇവിടെ വരാമോ? അത് കേട്ടത് മുകുന്ദൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ഞങ്ങളോ? അതാരാ തൻ്റെ കൂടെ? സാർ, രാവിലെ വെപ്രാളത്തിനിടയിൽ ഞാൻ അത് പറയാൻ മറന്നു. സർക്കാരിൻ്റെ അനുമതിയില്ലാത്ത അന്വേഷണമായതുകൊണ്ട് തന്നെ പോലീസിൽ നിന്നും ഒരു സഹായവും എനിക്ക് കിട്ടില്ലല്ലോ. ഈ കേസന്വേഷണത്തിൽ സൈബർ സെല്ലിലെ താൽക്കാലിക ജീവനക്കാരനായ അഷറഫ് എന്നെ സഹായിച്ചിരുന്നു. അത് കേട്ടതും മുകുന്ദൻ വല്ലാതെ ചിരിച്ചു. എന്തൊക്കെയാണ് ശ്രീലക്ഷ്മി ഈ പറയുന്നത്? ഇൻ്റലിജൻസായ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിക്കാത്ത എന്ത് കാര്യമാണ് വെറുമൊരു സർക്കിൾ ഇൻസ്പെക്ടറും സൈബർ സെല്ലിലെ ഏതോ ഒരു താൽക്കാലിക ജീവനക്കാരനും കൂടി കണ്ടെത്തിയത്? താൻ സ്വയം പരിഹാസിയാകുകയാണോ? സോറി സാർ, സാറിന് വിശ്വാസമില്ലെങ്കിൽ വിട്ടേക്ക്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ സാർ ഞങ്ങളെ തേടി വരുമെന്നറിയാം. അതുവരെ കാത്തിരുന്നോളാം. അത് പറഞ്ഞ് ശ്രീലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു. ശ്രീലക്ഷ്മിയുടെ ആ വാക്കുകൾ മുകുന്ദനെ ആകെ അസ്വസ്ഥനാക്കി. ഒന്നുമില്ലാതെ ശ്രീലക്ഷ്മിയെപ്പോലെ ഒരാൾ ഇത്രയും ആധികാരികമായി സംസാരിക്കില്ലല്ലോ. ഒരുപക്ഷെ ശ്രീലക്ഷ്മിയുടെ അന്വേഷണം സത്യമായിരിക്കാം. പലതും ചിന്തിച്ചു കൊണ്ടിരുന്ന മുകുന്ദൻ ഉടൻ തന്നെ തൻ്റെ പോലീസ് വാഹനത്തിൽ ഗ്രീൻ കോഫി ഷോപ്പ് ലക്ഷ്യമാക്കി വാഹനമോടിച്ചു. ഗ്രീൻ കോഫി ഷോപ്പിന് മുന്നിലെത്തിയപ്പോൾ കൗണ്ടറിൽ ബില്ല് പേ ചെയ്ത് ശ്രീലക്ഷ്മിയും അഷറഫും പുറത്തിറങ്ങുകയായിരുന്നു. മുകുന്ദനെ കണ്ടതും അവർ ഇരുവരും മുകുന്ദൻ്റെ വാഹനത്തിനരികിലെത്തി. ശ്രീലക്ഷ്മി, താൻ എന്നെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുകയാണല്ലോ. പറയൂ, ഇത്ര കോൺഫിഡൻസ് ആയി പറയാൻ എന്താണ് നിങ്ങളുടെ കണ്ടെത്തലിലുള്ളത്? മുകുന്ദൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ കയ്യിലുണ്ടായിരുന്ന ഫയലുകൾ അഷ്റഫിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് ശ്രീലക്ഷ്മി വാഹനത്തിൻ്റെ ഡോർ തുറന്ന് ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. പിന്നിലെ ഡോർ തുറന്ന് അഷ്റഫും കയറിയിരുന്നു.
മുകുന്ദനെല്ലാം കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അകത്ത് കയറിയിരുന്ന ശ്രീലക്ഷ്മി പറഞ്ഞു, സാർ, ഞങ്ങൾക്ക് പറഞ്ഞു തരാനല്ല ഉള്ളത്, ചില കാര്യങ്ങൾ നേരിട്ട് കാണിച്ചു തരുവാനാണുള്ളത്. ഒടുവള്ളി എന്ന സ്ഥലം വരെ യാത്ര ചെയ്തു. ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് മുകുന്ദൻ കൗതുകത്തോടെ ചോദിച്ചു, ഒടുവള്ളിയോ? അതിവിടെ നിന്നും ഒരുപാട് ദൂരമുണ്ടല്ലോ. ഉണ്ട് സാർ. നോ, പറ്റില്ല. നിങ്ങളുടെ അന്വേഷണം നേരായ മാർഗത്തിലാണോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ കൂടെ യാത്ര ചെയ്ത് സമയം കളയാൻ പറ്റില്ല. മുകുന്ദൻ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ ശ്രീലക്ഷ്മി ഇടയിൽ കയറി പറഞ്ഞു, സാർ, ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു തരാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മിത്ര കൊല ചെയ്യപ്പെട്ടത് 2021 ഒക്ടോബർ 12 രാത്രി ഏകദേശം 10-നും 11-നും ഇടയിലാണ്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന വിളയിൽ LP സ്കൂളിൻ്റെ പരിസര പ്രദേശത്തു നിന്നും രാത്രി ഏകദേശം 2:15 ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ മൃതദേഹം ആദ്യമായി കാണുന്നത്. രാത്രികാലങ്ങളിൽ സ്കൂൾ പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ളതിനാൽ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ സ്കൂൾ പരിസരത്ത് ഇടപെട്ട് പരിശോധന നടത്താറുണ്ട്. സംഭവം നടന്ന അന്നേ ദിവസം അശോകൻ തനിച്ചായിരുന്നു പരിശോധനയ്ക്ക് ഇറങ്ങിയതും മിത്രയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. മൃതദേഹം കണ്ടയുടനെ ഒരു വോയിസ് സന്ദേശവും 30 സെക്കൻഡുള്ള മൃതദേഹത്തിൻ്റെ വീഡിയോയും 3 ഫോട്ടോകളും വിളയിൽ സ്റ്റേഷനിലെ SI സദാശിവൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിരുന്നു. പക്ഷേ സംഭവസ്ഥലത്ത് സദാശിവൻ എത്തുന്നത് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതുവരെ അശോകൻ മൃതദേഹത്തിന് കാവലിരിക്കുകയും ചെയ്തു. പുലർച്ചെ 4 മണിക്ക് സദാശിവൻ എത്തിയതിനു ശേഷം മാത്രമാണ് അധികൃതരെ അറിയിക്കുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും. ശ്രീലക്ഷ്മി അത് പറഞ്ഞുകൊണ്ടിരിക്കെ മുകുന്ദൻ സംസാരം തടഞ്ഞു. അന്വേഷണ റിപ്പോർട്ടിൽ ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. സോറി സാർ, സാറിന് അറിയാത്ത ചില കാര്യങ്ങൾ കൂടി കാണിച്ചു തരാനുണ്ട്. അഷ്റഫ് കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് തുറന്ന് അതിലൊരു വീഡിയോ പ്ലേ ചെയ്തു. ശേഷം വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലിരുന്ന ശ്രീലക്ഷ്മിയുടെ കയ്യിൽ ലാപ്ടോപ്പ് ഏൽപ്പിച്ചു. ആ വീഡിയോ ശ്രീലക്ഷ്മി മുകുന്ദന് നേരെ പിടിച്ചു. സാർ, അന്ന് ഹെഡ് കോൺസ്റ്റബിൾ അശോകൻ അയച്ച 30 സെക്കൻഡ് വീഡിയോ ആണിത്. ഈ വീഡിയോ ഒക്കെ ഞാൻ കണ്ടതാണ് ശ്രീലക്ഷ്മി. പക്ഷേ സാർ കാണാത്ത ഒരു കാര്യം ഈ വീഡിയോയിലുണ്ട്. ആ വീഡിയോയുടെ തന്നെ എഡിറ്റ് ചെയ്ത വേർഷൻ ശ്രീലക്ഷ്മി മുകുന്ദന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഭാഗം ചുവന്ന വൃത്തത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. വീഡിയോയിൽ മൃതദേഹത്തിൻ്റെ മുഖം ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് വലത് ചെവിയുടെ മുകളിലായി ഒരു കൊതുക് രക്തം കുടിക്കാനായി വന്നിരിക്കുന്നുണ്ടായിരുന്നു. സാർ ഇത് ശ്രദ്ധിച്ചു. മരിച്ചെന്ന് അവകാശപ്പെടുന്ന മിത്രയുടെ ശരീരത്തിൽ നിന്ന് രക്തം കുടിക്കാനായി കൊതുക് വന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മിത്ര കൊല ചെയ്യപ്പെട്ടത് രാത്രി ഏകദേശം 11 മണിക്കുള്ളിലാണ്. അശോകൻ മൃതദേഹം കണ്ടെത്തുന്നത് പുലർച്ചെ 2:15. മരിച്ചുപോയ ഒരാളുടെ ശരീരത്തെ രക്തം കുടിക്കാനായി കൊതുകുകൾ ആകർഷിക്കില്ല സാർ. കാർബൺ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യമോ ബോഡി ഹീറ്റോ ഇല്ലാത്ത മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ ഒരു തണുത്ത ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് സാർ കൊതുക് രക്തം കുടിക്കുക? ദാറ്റ് ഈസ് നെവർ പോസിബിൾ. ശ്രീലക്ഷ്മിയുടെ ആ വാക്കുകൾ കേട്ടത് മുകുന്ദൻ ഞെട്ടിത്തരിച്ചുപോയി. വാട്ട് യു മീൻ ശ്രീലക്ഷ്മി? അതെ സാർ, വീഡിയോ എടുക്കുന്ന സമയം മിത്ര മരിച്ചിട്ടില്ല. മുകുന്ദൻ ഇരു കൈകളും സ്വന്തം തലമുടിയിൽ മുറുകെ പിടിച്ച് ആകെ അസ്വസ്ഥതയോടെ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു, എന്നിട്ട് എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇത് ശ്രദ്ധിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ അവരെ അറിയിച്ചില്ല? പിറകിലെ സീറ്റിൽ നിന്നും അഷ്റഫ് ഒരു ഫയൽ തുറന്ന് മുകുന്ദന് നേരെ നീട്ടി. മുകുന്ദൻ അത് വാങ്ങി നോക്കിക്കൊണ്ടിരിക്കെ ശ്രീലക്ഷ്മി വിശദീകരിക്കാൻ തുടങ്ങി. സർ, ഇത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ പ്രകാരം മിത്രയെ 2 പേർ ചേർന്ന് കൊല ചെയ്യുന്നു. അതിൻ്റെ തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടി പിന്നീടുള്ള 3 കൊലപാതകങ്ങളും ചെയ്യുന്നു. അത് വെറും നിഗമനം മാത്രമല്ല, ക്രൈംബ്രാഞ്ച് അതിൻ്റെ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് മുൻപ് മിത്രയുടെ ശരീരത്തിൽ നിന്നും രക്തം ശേഖരിച്ചതായും തലയുടെ ഒരു ഭാഗത്തു നിന്നും തലമുടികൾ പിഴുതെടുത്തതായും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതുപോലെ കൊലയാളി മിത്രയുടെ വിരലടയാളവും ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. തുടർ കൊലപാതകങ്ങളിൽ സമർത്ഥരായ കൊലയാളി അതുപയോഗിച്ചു എന്നാണ് നിഗമനം. പക്ഷേ ശേഖരിച്ച രക്തം പഴക്കം ചെന്നാൽ അത് ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധ്യതയുള്ളതിനാൽ ആദ്യ കൊലപാതകത്തിൽ മാത്രമാണ് മിത്രയുടെ രക്തം ഉപയോഗിച്ചിട്ടുള്ളത്. സർ, ഈ കേസുമായി ഇതുപോലെ നിരവധി തെളിവുകൾ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലുകൾ യാതൊരു തരത്തിലും പൊരുത്തപ്പെടുന്നവയല്ല. ഇനി തീരുമാനമെടുക്കേണ്ടത് സാറാണ്. ക്രൈംബ്രാഞ്ച് പറയുന്നത് പോലെ 4 കൊലപാതകങ്ങൾ നടത്തിയ സമർത്ഥരായ 2 കൊലയാളികളെ അന്വേഷിച്ച് ഇനിയുള്ള സാറിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ മരിച്ചിട്ടില്ലാത്ത മിത്രയെ മരിച്ചെന്ന് പറഞ്ഞ അശോകൻ എന്തിനാണ് വീഡിയോ പകർത്തിയത്? രാത്രി 2:15 വരെ മരിച്ചിട്ടില്ലാത്ത മിത്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 11 മണിക്ക് മരിച്ചതായി ഡോക്ടർ വിമല എന്തിനാണ് കൃത്രിമം കാണിച്ചത്? അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി മിത്രയുടെ തന്നെയാണോ? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി അന്വേഷണം നടത്തിയ ഞങ്ങളുടെ കണ്ടെത്തലുമായി സാറിന് മുന്നോട്ട് പോകാം. സത്യത്തിൽ മുകുന്ദൻ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. തൻ്റെ പക്കൽ കൂടുതൽ നാളുകളില്ല. ക്രൈംബ്രാഞ്ചിൻ്റെ ചുവട് പിടിച്ച് അന്വേഷണം നടത്തണമോ
ശ്രീലക്ഷ്മിയുടെ കണ്ടെത്തലുമായി മുന്നോട്ട് പോകണം. ഒരുപാട് നേരം ചിന്തിച്ചതിന് ശേഷം മുകുന്ദൻ ചോദിച്ചു, നിങ്ങളുടെ കണ്ടെത്തലുകൾക്ക് ആക്കം കൂട്ടുന്ന കൂടുതൽ ആധികാരികമായ തെളിവുകൾ വല്ലതുമുണ്ടോ? മുകുന്ദൻ്റെ ആ ചോദ്യത്തിന് ചെറുപുഞ്ചിരിയോടെ ശ്രീലക്ഷ്മി മറുപടി പറഞ്ഞു, തീർച്ചയായും ഉണ്ട് സാർ. ആധികാരികമായ തെളിവുകളില്ലാതെ ഞാൻ സാറിനെ സമീപിക്കുകയില്ലല്ലോ. തെളിവുകൾ നേരിട്ട് കാണിച്ചു തരാൻ തന്നെയാണ് ഒടുവള്ളി വരെ യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ശ്രീലക്ഷ്മിയുടെ മറുപടി മുകുന്ദന് തൃപ്തികരമായിരുന്നു. നിഗൂഢത നിറഞ്ഞ മിത്രാക്കൊല കേസിൻ്റെ വഴികളിലൂടെ അവർ യാത്ര ആരംഭിച്ചു. ഇൻവെസ്റ്റിഗേഷൻ.